BP വരുന്ന അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ കൂടുതലായിട്ടുള്ള ഒരാൾ, രക്തസമ്മർദ്ദം കൂടുതലായിട്ടുള്ള ഒരാളുടെ ഒരു ബോഡിയിലെ ഒരു പ്രത്യേക കോംപ്ലിക്കേഷൻ ആണ് അവരുടെ ബോഡിയിൽ വെള്ളത്തിന്റെ അളവ് കൂടുതലായിരിക്കും. നീര് എന്നും കെട്ടാനുള്ള സാധ്യത ഉണ്ടാവും. അതായത് ഉപ്പിന്റെ അളവ് കൂടും തോറും ഒരു വ്യക്തിയിൽ ഹൈപ്പർ ടെൻഷൻ കൂടാനുള്ള സാധ്യതകൾ എപ്പോഴും ഉണ്ട്. അപ്പം ഉപ്പിന്റെ അളവ് താരതമ്യേന കുറക്കാം. നമുക്ക് ശരിക്കും നമ്മൾ മലയാളികൾ പ്രത്യേകിച്ചും നമ്മളുടെ ഒരു നേരത്തെ മീലിൽ ഉപയോഗിക്കുന്ന ഉപ്പിന്റെ അളവ് ആക്ച്വലി ഒരു ദിവസം മൊത്തം ഉപയോഗിക്കുന്ന ഉപ്പിന്റെ അളവിനോട് തുല്യമാണ്. ശരിക്കും ഒരു വ്യക്തിക്ക് ആഹാരത്തിൽ നിന്നും കിട്ടേണ്ട ഉപ്പിന്റെ അളവ് 5 ഗ്രാം മാത്രമാണ്. അതിലൂടെ നമുക്കൊരു 2 ഗ്രാമോളം സോഡിയം നമ്മുടെ ബോഡിക്ക് അസിമുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ 5 ഗ്രാമിൽ കൂടുതൽ ഉപ്പാണ് പലപ്പോഴും ഒരു ടൈമിലെ മീലിൽ, ഒരു നേരത്തെ ഭക്ഷണത്തിൽ തന്നെ കഴിക്കുന്നത്. ഉപ്പിന്റെ അളവ് കുറച്ചാൽ തന്നെ നമ്മുടെ ചുറ്റുവട്ടവും ഇന്ന് കാണുന്ന ഈ ക്രോണിക് ഡിസീസ് കാറ്റഗറിയിൽ വരുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആയ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഹൈ BP എന്നുള്ളൊരു കോംപ്ലിക്കേഷൻ കുറയ്ക്കാൻ പറ്റും. ഉപ്പ് എങ്ങനെ കുറയ്ക്കാം? നമ്മൾ സാധാരണ ചോറിൽ പോലും ഉപ്പുനീര് തളിച്ച് കഴിക്കുന്ന ഒരു ശീലമുള്ള ആൾക്കാരാണ്. അത്തരത്തിൽ ഉപ്പിന്റെ ഉപയോഗം കുറയ്ക്കുക. ഉപ്പ് ടേസ്റ്റിന് മാത്രം മിനിമലൈസ് ചെയ്ത് ഉപയോഗിക്കുക. പിന്നെ നമ്മൾ പുറമേ നിന്ന് മേടിക്കുന്ന ചിപ്സ്, പിക്കിൾസ്, അച്ചാറുകൾ, അല്ലെങ്കിൽ പ്രിസർവ് ചെയ്യുന്ന കുറേ സാധനങ്ങളുണ്ട്. പ്രിസർവ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ മേടിക്കാറുണ്ട്. ഉപ്പിലിട്ട മീൻ, ഉണക്കിയ മീൻ, ഈവൻ നമുക്ക് ടിൻഡായിട്ട് ഫിഷൊക്കെ കിട്ടാറുണ്ട്. അപ്പം ഇതിലൊക്കെ ഉപ്പ് വളരെയധികം കൂടുതലാണ്. അപ്പം ഇത്തരത്തിലെ ഭക്ഷണം നമ്മൾ പരമാവധി അവോയ്ഡ് ചെയ്യുക. ലോ സോഡിയം ഡയറ്റ് എന്നും പറഞ്ഞ് ആ ഡയറ്റ് പാറ്റേൺ നമ്മൾ തന്നെ നമുക്ക് വേണ്ടി ചാർട്ട് ഔട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്താൽ നമ്മുടെ ഉപ്പിന്റെ അളവ് കുറയുകയും തന്മൂലം നമ്മളുടെ ഹൈപ്പർ ടെൻഷൻ വരാനുള്ളൊരു ചാൻസസ് കുറയുകയും ഹൈപ്പർ ടെൻഷൻ ഉള്ള ആൾക്കാർക്ക് ഈ ബ്ലഡ് പ്രഷർ കുറയുകയും ചെയ്യും.